ഓരോ മണിക്കൂർ വെച്ച് സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം പലരുടെയും ഉറക്കം പോയി കിട്ടി. പലർക്കും സമാധാനം നഷ്ടപ്പെട്ടു. കാരണം എന്തേ? അവരുടെയൊക്കെ വീട്ടിൽ വളർന്ന് കല്യാണപ്രായമെത്തിയ മക്കളോ പെങ്ങന്മാരോ ആരെങ്കിലും ഉണ്ടാകും. പലപ്പോഴും കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് പല ആളുകൾക്കും അതൊരു എന്തോ ഭീകര സംഭവമായി മാറി. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൾ വലിച്ചു വരുത്തുന്ന, ടെൻഷൻ വലിച്ചു വരുത്തുന്ന, സങ്കടങ്ങൾ കൊണ്ടുവരുന്ന എന്തോ ഒരു സംഗതിയായിട്ടാണ് ഇന്ന് പലരും കല്യാണത്തെ കാണുന്നത്. പ്രത്യേകിച്ചും സാധുക്കളായ ആൾക്കാർ കല്യാണം എന്ന് പറയുമ്പോൾ മക്കൾ വളർന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു ഭീതിയാണ്. പിന്നീട് അങ്ങോട്ട് അവർക്ക് ടെൻഷൻ, സങ്കടങ്ങളാണ്. കാരണം ഇവരെങ്ങനെ കെട്ടിച്ചയക്കും? ഇത്രയും തുക കൊടുത്ത് സ്വർണമൊക്കെ വാങ്ങിയിട്ട് എങ്ങനെയാണ് എൻ്റെ മകളെ ഞാനൊന്ന് വീട്ടിൽ നിന്ന് ഇറക്കുന്നത് എന്ന് ആലോചിച്ച് ദിവസങ്ങളോളം വർഷങ്ങളോളം സങ്കടപ്പെടുന്ന എത്രയോ പാവപ്പെട്ട എത്രയോ മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്ന കാര്യമാണോ? അല്ല. നമ്മളൊക്കെ യഥാർത്ഥ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. നമ്മളെപ്പോഴും ഇസ്ലാം കൽപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അനാവശ്യമായ ചിന്താഗതിയും അനാവശ്യമായ ചെലവുകളും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത്. നമ്മുടെ കഴിവിനനുസരിച്ച് കല്യാണത്തിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുക. നമുക്ക് എത്രയാണോ സ്വർണം വാങ്ങാൻ പറ്റുന്നത് അത്ര വാങ്ങുക. നമുക്ക് എത്ര പേർക്കാണോ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് അത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുക. ഒരു നേരം ഇടാനുള്ള വസ്ത്രത്തിൻ്റെ വില പോലും കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാരായ മനുഷ്യൻ 5-6 മാസം പണിയെടുത്താലായിരിക്കും അത്രയും തുക ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ തുക കൊടുത്തിട്ടാണ് വെറും ഒരൊറ്റൊരു മണിക്കൂറോ ഒരു ദിവസമോ കൂടിപ്പോയാൽ ഒരൊറ്റൊരു ദിവസം പോലും ഇടുന്ന വസ്ത്രം വാങ്ങാൻ ഇത്രയും വലിയ ഭീമമായ തുക ചെലവഴിക്കുന്നത്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? ആരാണ് ഇത്തരത്തിലുള്ളൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ഉമ്മത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ, ആവശ്യമില്ലാത്ത പുതിയ പുതിയ ചെലവുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ പാവങ്ങളുണ്ട്. എത്രയോ ആങ്ങളമാർ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ കടങ്ങൾ തീർക്കാൻ വർഷങ്ങളോളം രാപ്പകലുകൾ അധ്വാനിച്ച് ഓരോ പണത്തുട്ടുകളും ശേഖരിച്ച് വെച്ച് കടങ്ങൾ തീർത്ത് എത്രയോ ആങ്ങളമാരുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് സങ്കടം പറയേണ്ടി വന്ന എത്രയോ വീട്ടുകാരുണ്ട്. ഇതൊക്കെ വരുത്തി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. സ്വർണത്തിന് എത്ര വില കൂടിയാലും നമുക്ക് പ്രശ്നമാക്കേണ്ടതില്ല. കാരണം നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും 30 പവന് 100 പവനൊക്കെ കൊടുത്തവരുണ്ടാകും. അതുപോലെ നമ്മളും കൊടുക്കണമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. നമ്മളെപ്പോഴും ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കുക. കാരണം നിനക്ക് ഷൂ ഇല്ല എന്നതാണോ നിൻ്റെ സങ്കടം? എന്നാൽ നീ കാലില്ലാത്തവനിലേക്ക് നോക്കിയാൽ നിൻ്റെ ഷൂ ഇല്ല എന്ന ടെൻഷൻ മാറിക്കിട്ടും. ഇങ്ങനെ എപ്പോഴും താഴേക്ക് നോക്കുക. നമ്മൾ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതം ആരോ പറഞ്ഞ പോലെ അതാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മളെപ്പോഴും ചെറിയ ശമ്പളം വാങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. ഈ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ തിരുത്തുക, നമ്മൾ മാറുക, നമ്മൾ ചിന്തിക്കുക. എൻ്റെ സങ്കടം തീർക്കേണ്ടത്, എൻ്റെ കടം തീർക്കേണ്ടത്, എൻ്റെ ടെൻഷൻ ഞാൻ തന്നെ പേറി നടക്കേണ്ടതാണ്. വേറെ ആരും ഉണ്ടാവില്ല. ചോറ് കഴിച്ചവനൊക്കെ ചോറ് വെച്ചിട്ട് പോകും. അതേസമയം എനിക്ക് ഉണ്ടായ സങ്കടം, ഞാൻ ഏറ്റെടുത്ത കടങ്ങൾ അത് ഞാൻ തന്നെ വീട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കഴിവിനനുസരിച്ചിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ എത്രയാണ് സ്വർണത്തിന് വില കൂടിയതെങ്കിലും നമുക്കതൊരു ടെൻഷനായി മാറുകയില്ല. നമ്മളെപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരുന്നത്. എത്ര കൊടുത്തിട്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്നോ അങ്ങനെ കല്യാണം കഴിക്കുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വരെ എത്രയോ ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മൾ തിരുത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ.